ശബരിമലയിൽ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പമ്പ സന്നിധാനം പാതയിലെ എല്ലാ വൈദ്യുത ലൈനുകളും ഭൂഗർഭ കേബിൾ വഴിയാക്കാനും ആലോചിച്ചു വരികയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ജനൻ ടിവിയോട് പറഞ്ഞു. കുടിവെള്ളം എടുക്കുന്നതിനിടയിൽ നീലിമലയിൽ അയ്യപ്പ ഭക്തൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി. ഷോക്കേറ്റ് മരിച്ച തെലങ്കാന സ്വദേശി ഭാരതമ്മയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു വർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ദർശനത്തിനായി എത്തുന്ന ശബരിമലയിലെ സുരക്ഷാ മുൻകരുതലുകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മലയിറങ്ങും വഴി നീലിമലയിൽ വെച്ചാണ് ദാഹജലം എടുക്കുന്നതിനിടയിൽ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരുന്ന കിയോസ്കിൽ നിന്നും തെലങ്കാന സ്വദേശി ഭാരതാമ്മ ഷോക്കേറ്റ് മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ വൈദ്യുതി സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ABC കേബിളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വൈദ്യുതിയാണ് ഇത് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ABC കേബിൾ ആണെങ്കിലും അത് ചില സമയങ്ങളിൽ അപൂർവം ചില സമയങ്ങളിൽ ഇതൊക്കെ സംഭവിക്കാം. ശബരിമലയിലെ എല്ലാ വൈദ്യുതി ലൈനുകളും ഭൂഗർഭ കേബിൾ വഴിയാക്കുവാനും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇത് താഴെ ഗ്രൗണ്ട് ഡെക്റ്റ് വഴി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇന്നത്തെ ഹൈപ്പവർ കമ്മിറ്റിയിൽ അതൊരു ഡിസ്കഷനായി വന്നു. തീർച്ചയായിട്ടും അതൊരു പ്രപ്പോസലായി ഞങ്ങൾ കൊടുക്കും. കൂടാതെ മരിച്ച അയ്യപ്പ ഭക്തയുടെ കുടുംബത്തിന് ഉടൻ നഷ്ടപരിഹാരം നൽകും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അറിയിച്ചു. ജീവനൊന്നും പകരം വയ്ക്കാനാവില്ല. അവരെ ആംബുലൻസ് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ ചെയ്തു. അവർക്കൊരു ആക്സിഡന്റ് ക്ലെയിമായി ഒരു 5 ലക്ഷം രൂപ. ഇതൊന്നും ഒരു ജീവന് പകരമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് ഇനി ആവർത്തിക്കാതിരിക്കുവാൻ, 1% പോലും ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇൻസ്പെക്ഷൻ, ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ദേവസ്വം ബോർഡ് എല്ലാം വന്നിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ ആഡിറ്റിംഗ് നടത്തും. അതിപ്പം നമുക്ക് കേവലം ഇലക്ട്രിക്കൽ ആഡിറ്റിംഗ് നടത്തിയാൽ പോലും ഇതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ട് ഡെക്റ്റ് വഴി ഇത് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. പരിപാവനമായ കാനനപാതയിൽ വെച്ച് അയ്യപ്പ ഭക്തയ്ക്ക് ജീവൻ നഷ്ടമാകാൻ ഇടയായ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത്. ജനം, കൊച്ചി.